നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. CA റെഗുലേഷൻ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുള്ള കോടതിയലക്ഷ്യ ഹർജി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വന്നിട്ട് നാളുകളായി. പക്ഷേ ആ കേസ് ഇതുവരെ കോടതിയിൽ അതൊന്ന് വിളിപ്പിക്കുന്നതിന് ബോർഡ് മാനേജ്മെന്റിനോട് സാധിച്ചിട്ടില്ല. ബോർഡിൻ്റെ റെസിഡൻറ്റ് എഞ്ചിനീയറുണ്ട്, ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്, ബോർഡിനൊരു ലോ സെക്ഷനുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. അതിങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജാനുവരി 2-ാം തീയതി കേസെടുക്കുമെന്ന്. അതിനകത്ത് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലും അവരുടെ ഗുമസ്തനും ഒക്കെ വിചാരിച്ചാൽ എപ്പം വേണമെങ്കിലും കേസെടുക്കും. കേസെടുക്കുന്നതല്ല വിഷയം. ഈ കേസ് എടുത്തു കഴിയുമ്പോൾ അവിടെ വസ്തുതകൾ പറഞ്ഞില്ല എങ്കിൽ അത് നമുക്ക് അഡ്വേഴ്സായിട്ട് വന്നാൽ, എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാവും. അപ്പൊ കോടതിയലക്ഷ്യ ഹർജി നൽകിയ പെറ്റീഷൻ കൊടുത്ത സാധനം നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ല. അതിന് നമുക്കത് കിട്ടി. സാധനം ഇത്രയും പേജുകളുണ്ട്. അതിനകത്ത് റെസ്പോണ്ടൻ്റായിട്ട് വളരെയധികം പേരെ പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെറ്റീഷനേഴ്സ് അവിടെ ചലഞ്ച് ചെയ്തിരിക്കുന്നത് 21/4/2022 ഇറക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഓർഡറും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ്. അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അപ്പൊ പെറ്റീഷനേഴ്സ് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത് 31/10/2013 ശേഷം കയറിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്രികക്ഷി കരാറിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പാടില്ല, അവർക്ക് ITA ഇല്ല, ഡിപ്ലോമ ഇല്ല എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു കണ്ടൻഷൻ. പക്ഷെ ഇതിനകത്ത് അവർ അനക്ഷരായിട്ട് മറ്റ് ചില ഓർഡറുകളും വെച്ചിട്ടുണ്ട്. സബ് എഞ്ചിനറിൽ നിന്ന് എയിലേക്ക് ഇറങ്ങിയ ഓർഡർ വരെ വെച്ചിട്ടുണ്ട്. ഓവർസറിയിൽ നിന്ന് സബ് എഞ്ചിനറിലേക്ക് ഇറങ്ങിയ ഓർഡറും വെച്ചിട്ടുണ്ട്. അതിൽ വരുന്നവരൊക്കെ 31/10/2013 മുമ്പുള്ളവരുമാണ്. അപ്പൊ അവരോട് ഉദ്ദേശിക്കുന്നത് ഈ പരാതിക്കാരെന്ന് പറഞ്ഞാൽ അവര് ഡിപ്ലോമ ഉണ്ടെങ്കിലേ എല്ലാം തികയുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പൊ ഈ 31/10/2013 മുമ്പ് കയറിയവരും അവരും ഡിപ്ലോമ ഇല്ലാത്തവരുണ്ട്, IT-കാരൊക്കെ ഉണ്ട്. പക്ഷെ കുറെ ആൾക്കാർ റിട്ടയറും ചെയ്തു പോയി. അപ്പൊ ഈ കേസ് സംബന്ധിച്ച് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പ്രൊമോഷനുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അതല്ലാതെ ഇലക്ട്രിസിറ്റി വർക്കറുടെ പ്രൊമോഷൻ കൊടുക്കുന്ന മാത്രം ഒരു വിഷയം അല്ലിത്. ഈ കേസ് നമുക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ മൊത്തത്തിനെ ബാധിക്കും. 21/4/2022 ഗവൺമെന്റ് ഓർഡറിന് ശേഷം റഫറണ്ടത്തിന് മുമ്പ് ഇറക്കിയ ഓർഡർ ഉൾപ്പെടെ എല്ലാത്തിനെയും ബാധിക്കും. അതല്ലാതെ വർക്കർ മാത്രമല്ല ബാധിക്കുന്നത്. വർക്കർക്ക് പ്രൊമോഷൻ കിട്ടാത്ത മാത്രമല്ല വിഷയം. നിലവിൽ ലൈൻമാൻ ആയിരിക്കുന്നവരും ഓവർസർ ആയിരിക്കുന്നവരും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിന് ഉത്തരം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ജാനുവരി 2-ന് വരുമെന്ന് പറയുമ്പോൾ ബോർഡ് എന്ത് നടപടികൾ എടുത്തു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഒന്നും എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഞാൻ ബോർഡിലേക്ക് വിവരാവശ്യമിട്ടു. ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടോ, ട്രെയിനിങ്ങിന്റെ സിലബസ് കിട്ടിയോ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 CA റെഗുലേഷൻ പ്രകാരമുള്ള ട്രെയിനിങ് ആരംഭിക്കുന്നതിലേക്കായിട്ടുള്ള ബോർഡ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ചോദിച്ചു. അപ്പൊ ട്രെയിനിങ് ആരംഭിക്കുന്ന ഒരു ബോർഡ് ഉത്തരവ് വേണമല്ലോ. കാരണം നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് വരുമ്പോൾ കാണിക്കണം, ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിങ് ആരംഭിക്കാൻ വേണ്ടി ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്, ഇതാണ് അതിന്റെ ഷെഡ്യൂള്, ട്രെയിനിങ് തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് ഉത്തരവ് വേണം. അപ്പൊ അതിന് എനിക്ക് ഉത്തരം കിട്ടിയത് ബോർഡ് FTDയിൽ നോട്ട് വെച്ചിട്ടുണ്ടെന്ന്. എന്നാ ഉത്തരം 28 2-3 മാസം മുമ്പ് കിട്ടിയതാ. FTDയിൽ നോട്ട് വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, എന്തോ പവർ സെക്ടർ അവര് PSSC ആയിട്ട് MOU ഒപ്പുവെച്ചു എന്നൊക്കെ കണ്ടു. ട്രെയിനിങ് ഇറക്കുന്നു, ഷെഡ്യൂൾ എടുക്കുന്നു എന്നൊക്കെ കണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ചോദിച്ചാൽ ആരും വിവരങ്ങൾ പറയില്ല. നമുക്ക് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ വിവരാശം ഇടേണ്ടി വരും. 8-15 ദിവസം കഴിഞ്ഞേ തരുവുള്ളവർ. അപ്പൊ ഏതായാലും അങ്ങനെ FTD വെച്ചെന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. FTDയിൽ നോട്ട് വെച്ചു എന്ന്. നോട്ട് വെച്ചിട്ട് ഒരു ട്രെയിനിങ് ഷെഡ്യൂളൊക്കെ ഇറക്കിയെങ്കിൽ നന്ന്. കാരണം സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 ഇപ്പൊ ബാധകം. 2010 ശേഷം 2023 ഒരു റെഗുലേഷൻ വന്നാൽ റെഗുലേഷൻ 23 ബാധകം. 23 റെഗുലേഷൻ അനുസരിച്ച് 8/6/2023 വരെയുള്ളവർക്ക്
ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിങ് KICBക്ക് തന്നെ നൽകാമെന്നും പറയുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KICB മറുപടി തന്നതിൽ പറയുന്നുണ്ട്, പെറ്റാർക്കിൽ നിന്നും ഒരു കത്തെഴുതിയത് അവരതിനകത്ത് തന്നെ സിലബസ് CEയുടെ സൈറ്റിൽ കയറി സിലബസ് നോക്കിയപ്പോൾ അതിനകത്ത് എല്ലാം 6 ആഴ്ച 4 ആഴ്ച ട്രെയിനിങ്ങുകളെ പറയുന്നുള്ളൂ. ടെക്നീഷ്യൻസിന്റെ ഒക്കെ ട്രെയിനിങ് ഡിസ്ട്രിബ്യൂഷനിൽ 2 ആഴ്ച, ട്രാൻസ്മിഷനിൽ 2 ആഴ്ച, ഹൈഡ്രോയിലാണെ 1 മാസം. പിന്നെ എഞ്ചിനീയർക്കും ഉണ്ട് ട്രെയിനിങ് കേട്ടോ, അത് 3 മാസം 6 ആഴ്ച 6 ആഴ്ച അങ്ങനെ വിവിധ ട്രെയിനിങ് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ സമയമില്ലാത്തതുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങുകൾ കൊടുക്കാനുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂളോ, ഞാൻ 7ാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, MOU ട്രെയിനിങ് ഷെഡ്യൂൾ പുറത്തിറക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് MOU വയ്ക്കാത്തതുകൊണ്ട് ട്രെയിനിങ് ഷെഡ്യൂൾ പുറത്തിറക്കിയില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് മറുപടി കിട്ടുന്ന ദിവസം വെച്ചുള്ള കാര്യങ്ങളാണ്. മറുപടി അവർ എഴുതിയിരിക്കുന്നത് പല പ്രാവശ്യമായിട്ടാണ് തന്നെ. ഒരു കൂട്ടർ ചോദിച്ചപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ച് അവിടുന്ന് വേറൊരാൾ തന്നാണ് മറുപടി ലഭിച്ചത്. അവസാനത്തെ മറുപടി ലഭിച്ചത് 25/11/2024. ഇപ്പൊ 1 മാസം ആകാറായി. ഈ 1 മാസത്തിനിടയ്ക്ക് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യുകയും ട്രെയിനിങ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കാണിക്കണം. കാരണം നമുക്കവിടെ കോടതിയലക്ഷ്യ ഹർജി തള്ളണമെന്നുണ്ടെങ്കിൽ ബോർഡിന്റെ മുന്നിലുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. CA റെഗുലേഷൻ 2023 ഇപ്പോൾ ഇംപ്ലിമെന്റഡ് ആണ്. അപ്പോൾ ഈ കേസ് അതനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. PSSC പവർ സെക്ടർ സ്കിൽഡ് ട്രെയിനിങ് സെന്റേഴ്സ് വെച്ച് നടത്തണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ നടത്തി. ബോർഡ് ഓർഡറുകൾ ഇറക്കി, ട്രെയിനിങ് ഷെഡ്യൂൾ ഇറക്കി, സിലബസ് ഞങ്ങൾക്ക് CEയുടെ സൈറ്റിൽ നിന്ന് കിട്ടി. അതുപോലെ അപ്പൊ അവരെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരാക്കി എടുക്കണമെന്നേ റെഗുലേഷൻ 2023 പറയുന്നുള്ളൂ. 8/6/2021 വരെയുള്ളവരെ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അതുകൊണ്ട് ഈ കോടതിയലക്ഷ്യ ഹർജി ഇൻഫ്രഷ്യസ് ആണ്, ഇതിന് നിലനിൽക്കില്ല എന്ന് വിശദമായിട്ട് പറയണം. കാരണം ഇവിടെ ലൈൻമാൻ ഇല്ല, ഒഴിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വർക്കേഴ്സ് 10 വർഷമാകുന്നു, ഗ്രേഡ് ആകാൻ പോകുന്നു, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ്. അർഹതപ്പെട്ടവൻ അർഹതപ്പെട്ട പ്രൊമോഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ കോടതിയലക്ഷ്യ ഹർജിയുടെ പേരിൽ മാത്രം, ബാക്കിയെല്ലാം ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയണമെങ്കിൽ പൂർത്തീകരിക്കണം. അപ്പോൾ 2-ാം തീയതി ആണെങ്കിൽ ഇന്നിപ്പോൾ 21, ഇന്ന് 21, ഇനിയിപ്പം 10 ദിവസം കൂടെ ഉള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. ഞാനിത് പറയുന്ന ബോർഡ് മാനേജ്മെന്റിനോടാണ്, അംഗീകാര സംഘടനയോട് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് 53% ഞങ്ങൾക്ക് 15 ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോർഡ് മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് എന്തും പറയാം. കാരണം മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. നിങ്ങളിത് ചെയ്യണം 10 ദിവസത്തിനുള്ളിൽ. കാരണം ജനുവരി 2-ന് കേസ് എടുക്കുകയാണെങ്കിൽ, എടുത്താൽ അന്ന് നമ്മുടെ കയ്യിൽ അവിടെ പറയാനുള്ള വിശദാംശങ്ങളില്ലെങ്കിൽ, അതായത് സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ 2023 അത് ഞങ്ങൾ തന്നെ ഇടപെട്ട് വാങ്ങിയതാന്ന് ഞങ്ങൾ എന്നും പറയും. അത് ആര് വാങ്ങിയതെന്നുള്ളതല്ല വിഷയം, അത് ജീവനക്കാർക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അത് അന്ന് അവിടെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതനുസരിച്ച് ഞങ്ങൾ എല്ലാം ചെയ്തു, അപ്പോൾ ജീവനക്കാരെ ക്വാളിഫൈഡ് ആക്കി എന്ന് പറയണം. അതുകൊണ്ട് ഈ കോടതിയലക്ഷ്യ ഹർജി നിലനിൽക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 1, 2, 3, 4, 5, 6 അങ്ങനെ 10 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ ചെയ്യാവുന്നത് ചെയ്യണം എന്നൊരു എളിയ അപേക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.